Hello. Welcome to Market Discussion of the Day. Today, May 1st, 2025, Thursday ആണ്. സോ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് നമ്മളുടെ പുതിയൊരു ബാച്ച്, അതായത് പെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ 1 month നീണ്ടു നിൽക്കുന്ന അഡ്വാൻസ്ഡ് ട്രേഡിംഗ് കോഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പല ആൾക്കാരും ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി രജിസ്റ്റർ ചെയ്യണം, പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ കോഴ്സിന് അതേപോലെ അടുത്ത ചൊവ്വാഴ്ച നമ്മൾ അടുത്ത ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് ഫ്രീ ആയിട്ടുള്ളൊരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്കും എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. Okay, so coming to market discussion, coming to fundamental side. So ഇന്നലെ നിങ്ങൾക്കാണ് ഒരു വലിയൊരു ഫോള് നമുക്ക് ഗോൾഡിൽ ഉണ്ടായി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം അല്ലേ. ഗോൾഡ് ഒറ്റയടിക്ക് 3316 നിന്ന് 3232 അല്ലെങ്കിൽ 21 വരെ ഇന്ന് രാവിലെ സഞ്ചരിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 800 പിപ്പോളം മൂവ്മെന്റ് ആണ് ഗോൾഡിൽ ഉണ്ടായത്. പല ആൾക്കാരുടെയും വലിയ ലോസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരുടെയും അക്കൗണ്ട് ബ്ലോൺ ഔട്ട് ആയി പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടായിരിക്കും ഈ ഇത്രയും വലിയൊരു ഫോൾ ഉണ്ടായത് അല്ലേ? പല ആൾക്കാരും ചിന്തിക്കുന്ന കാര്യമാണ്. സോ അതിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഫണ്ടമെന്റൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽസിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണമെന്ന്. ഇന്നലെ നമ്മൾ GDP അനൗൺസ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, സോ GDP അനൗൺസ്മെൻറ്റിൻ്റെ ന്യൂസ് നമ്മൾ ഇന്നലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, റൂൾസ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ കാണണം. നമ്മൾ എങ്ങനെ ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആവണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്ന റൂൾസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി എന്നുള്ളൊരു കാര്യം ഞാൻ പറയും. ഓക്കെ, അത് പറയാനായിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ന്യൂസിനകത്ത് വന്ന കാര്യം, ഈ GDP അനൗൺസ്മെൻറ്റിൻ്റെ ന്യൂസും അത് എന്തായി എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ GDP അനൗൺസ്മെൻറ്റ് വളരെ നെഗറ്റീവായിട്ടാണ് US ബാധിച്ചിട്ടുള്ളത്. -0.3% ആണ് ആക്ച്വൽ വന്ന ന്യൂസ്. ഫോർകാസ്റ്റ് 2.4% ആയിരുന്നു, പ്രീവിയസും 2.4%. അതായത് വളരെ ലോ GDP ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ആക്ച്വലി എന്താ പറയുക, നമ്മുടെ എക്കണോമിക്സ് പ്രകാരം നമ്മുടെ US ഡോളർ താഴോട്ടും അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന GBP, അതേപോലെ തന്നെ യൂറോ, അതേപോലെ തന്നെ ഗോൾഡ്, ഇതെല്ലാം മുകളിലോട്ടും പോകേണ്ടതാണ്. പക്ഷെ മാർക്കറ്റിൽ പെട്ടെന്നൊരു റിയാക്ഷൻ ഗോൾഡിൽ പെട്ടെന്ന് ന്യൂസ് വന്ന സമയത്ത് പെട്ടെന്ന് മുകളിലോട്ട് പോയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് താഴോട്ട് പോയി ഓൾമോസ്റ്റ് വലിയൊരു ഡൗൺഫോൾ ആണ് ഇന്നലെ രാത്രി ഉണ്ടായത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ന്യൂസിൻ്റെ സമയത്ത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞു പോകുന്നതിൻ്റെ റീസൺ അതാണ്. ഓക്കെ, സോ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കേണ്ട ന്യൂസുകളെന്ന് നോക്കാം. ഓക്കെ, സോ ഇന്ന് നമുക്ക് ബേസിക്കലി ഇന്ന് ലേബർ ഡേ ആണ്. മാർക്കറ്റൊക്കെ കുറച്ച് എന്താ പറയുക, പല മാർക്കറ്റുകളും അവധിയാണ് ആക്ച്വലി. ഓക്കെ, സോ ഇന്ന് ഓൾറെഡി ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിന് മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല. അപ്പം നമ്മൾ നേരത്തെ പറയാറുണ്ട് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് വലുതായിട്ടൊരു മാറ്റം ഒന്നും വരുത്താറില്ല എന്നുള്ളൊരു കാര്യം പറയാറുണ്ട് അല്ലേ. സോ അത് വളരെ എന്താ പറയുക, ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നപ്പം വലിയൊരു ചാഞ്ചാട്ടം ഉണ്ടായില്ലെങ്കിലും ഒരു അരമണിക്കൂർ മുന്നേ വന്ന ബാങ്ക് ഓഫ് ജപ്പാൻ്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അത് UK ടൈമിങ് 7:30 മണിക്കായിരുന്നു. ഇന്ത്യൻ ടൈമിങ് 12 മണിയാണെന്നാണ് എൻ്റെ വിശ്വാസം. സോ ആ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം JPY പറക്കുന്നത് നമുക്ക് കാണാം. ഓൾമോസ്റ്റ് ഒരു 50 പിപ്സിൻ്റെ മുകളിലായിട്ടൊരു മൂവ്മെൻറ്റ് അത് കഴിഞ്ഞപ്പം JPYയിൽ ഉണ്ടായത് നിങ്ങൾക്ക് കാണാം. ഇതാ കണ്ടോ, ഇത് 143.90 അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത മാർക്കറ്റാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ടെക്നിക്കലി ഈ ഒരു പോയിന്റിൽ ആക്ച്വലി എന്താ പറയുക,
JPY താഴോട്ട് പോകേണ്ടതാണ്. ഐ മീൻ JPY ഓക്കെ, JPY 144 മുകളിലായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 70 പിപ്പോളം കഴിഞ്ഞൊരു അരമണിക്കൂറിൽ മൂവ് ചെയ്തിട്ടുണ്ട് JPY. സോ ഈ ഒരു പ്രസ് കോൺഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. JPYയുടെ ഒരു സ്വഭാവം മാറി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ് ട്രെൻഡ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് 2-3 ക്യാൻഡിൽസും അടുത്ത ഏഷ്യ ക്ലോസിങ്ങിനും അതേപോലെ തന്നെ US ഓപ്പണിങ്ങിനും ഒക്കെ മാർക്കറ്റ് മുകളിൽ തന്നെയാണ്, 140 മുകളിലാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് നാളെ നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും. JPYയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു പോവാണ്. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ എക്കണോമിക് കലണ്ടറിലോട്ട് വീണ്ടും പോകുമ്പോൾ ഇതുകൊണ്ടാണ് JPYയിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ പൊസിഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് മാറി നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പല ആൾക്കാരും ഇന്ന് എന്ത് ചെയ്തേനെ, 144 പോയി സെല്ലെടുത്തേനെ. ഞാൻ പറഞ്ഞു ഇന്നത്തെ ഉള്ളിൽ പൊസിഷൻസ് എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇതാണ്, ഇന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ കമ്മിങ് ടു നമ്മളുടെ ഇന്നത്തെ ബാക്കിയുള്ള ന്യൂസ് നോക്കി. എല്ലാ വ്യാഴാഴ്ചയും വരുന്നതുപോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്, അതേപോലെ ISM മാനുഫാക്ചറിങ് PMI വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ന്യൂസ്. പക്ഷേ നാളെ മാർക്കറ്റ് വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ യൂറോ സോണിൽ നിന്ന് CPI ഉണ്ട്, അത് യൂറോനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. ഓക്കെ, 1:30 മണിക്ക് UK ടൈമിംഗ്, 1:30 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് 6 മണിക്ക് നോൺ ഫാം പേറോൾ വരുന്നുണ്ട്. സോ ഈ വട്ടത്ത് നോൺ ഫാം പേറോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, പ്രീവിയസ് വന്നിട്ട് 228K ആണ്, ഫോർകാസ്റ്റ് വന്നിട്ട് 126K ആണ്. ആക്ച്വലി വരുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. ഓക്കെ, ജോബ് ഡേറ്റയാണ്, US നിന്ന് വരുന്ന ജോബ് ഡേറ്റയാണ് നോൺ ഫാം പേറോൾ എന്ന് പറഞ്ഞാൽ. അഗ്രികൾച്ചർ സെക്ടർ മാറിയിട്ടുള്ള ബാക്കി എല്ലാ സെക്ടറിൻ്റെയും ജോബ് ഡേറ്റയാണ് നോൺ ഫാം പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഞാൻ നമുക്ക് നോക്കാം. നോൺ ഫാം പേറോൾ പ്രസൻസ് ദ നമ്പർ ഓഫ് ന്യൂ ജോബ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ ഗിവൺ മന്ത് ഇൻ ഓൾ നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ഓഫ് ദ US. സോ ദ ഇൻഡിക്കേറ്റർ ഗ്രോത്ത് ക്യാൻ ഹാവ് എ പോസിറ്റീവ് എഫക്റ്റ് ഓൺ US dollars. സോ ഇത് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇത് US ഡോളറിന് പോസിറ്റീവ് ആയിരിക്കും, ഇല്ല എങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളത്തെ ജോബ് ഡേറ്റ മാത്രം നമ്മൾ ഇന്നലെ GDP അനൗൺസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമുക്ക് അത് നോക്കിക്കാണാനായിട്ട്. ഇന്നലെ ഞാൻ എൻ്റെ റൂൾസ് ഓഫ് ട്രേഡിങ്ങിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂസിനെ നമ്മൾ വേറൊരു ന്യൂസുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നതിനകത്താണ് യഥാർത്ഥത്തിലുള്ളൊരു ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് ടെക്നിക്കലി ആ ഒരാൾ ഒരു ടെക്നിക്കൽ ന്യൂസ് ഫണ്ടമെൻ്റൽ ന്യൂസ് മനസ്സിലാക്കുന്നു എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ സംഭവിക്കാൻ പോകുന്നതും അത് തന്നെയാണ്. സോ ഇന്നലെ വളരെ നെഗറ്റീവായിട്ടുള്ള GDP അനൗൺസ്മെൻറ്റ് വന്നു. ഓക്കെ, നോൺ ഫാം പേറോളും വളരെ നെഗറ്റീവാണ് എങ്കിൽ ഉറപ്പായിട്ടും US എക്കണോമി ഒരു റിസഷനിലോട്ട് പോകും എന്ന് മീഡിയ പറയും. ഓൾറെഡി 60% റിസഷനിലാണ് എന്നാണ് പല മീഡിയയും പറയുന്നത്. അത് കുറച്ചും കൂടെ കൂടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നാളത്തെ നോൺ ഫാം പേറോളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും. മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ളൊരു റീസണും ഞാൻ പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ, ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇന്നലെ രാത്രി കണ്ട വലിയൊരു മൂവ്മെൻറ്റ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US-ഉം ഉക്രൈനും തമ്മിലുള്ളൊരു മിനറൽ ഡീലിലോട്ട് വന്നു. ഓക്കെ, സോ അത് US-ഉം ഉക്രൈനും തമ്മിൽ ഡയറക്റ്റ്ലി ബിസിനസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു ഡീലാണ്. സോ ഓൾറെഡി US-ഉം റഷ്യയും തമ്മിലുള്ളൊരു ബിസിനസ് ഡീൽ ഓൾറെഡി നടന്നിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ റഷ്യ ഉക്രൈൻ വാർ അവസാനിക്കാനായിട്ടുള്ള എന്തോ ഒരു പോസിബിലിറ്റിയാണ് ഈ പറയുന്ന ഡീലുകൾ എന്നുള്ള ഒരു ചിന്തയുടെ പുറത്താവാം മാർക്കറ്റ് താഴോട്ട് ആണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ ആവാം മാർക്കറ്റ് താഴോട്ട് പോകുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൽ ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാൻ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തും ഇല്ല. ഓക്കെ, സോ നമ്മൾ ഇന്ന് വാറ് എന്തായി തീരും
എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസും അതിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ ഇന്ന് US സെഷൻ കഴിയുമ്പോൾ വരാനായിട്ടിരിപ്പുണ്ട്. അതുകൊണ്ടിട്ട് US സെഷന് മുന്നേ ആയിട്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാറുന്നതായിരിക്കും ബെറ്റർ. ബാക്കിയുള്ള പെയറിനകത്തൊന്നും മാറണം എന്ന് ഞാൻ പറയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ JPY ഇന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് കൊണ്ടിട്ട് മാത്രം. ഓക്കെ, സോ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ JPYയിലോട്ട് തന്നെ വരാം. JPY ഒറ്റയടിക്ക് മുകളിലോട്ട് പോയി. JPYന്ന് മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അതുകൊണ്ടിട്ട് തന്നെ 144 ഞാൻ സെല്ല് പറഞ്ഞിട്ടില്ല. ഓക്കെ, കാരണം ഇന്ന് രാവിലെ ഞാൻ ട്രേഡൊന്നും എടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടിട്ട് ഓക്കെ, സോ 144 മുകളിലായിട്ടാണ് ഇന്ന് അവസാനിക്കുന്നതെങ്കിൽ 144 അടുത്തായിട്ട് നമുക്ക് നാളെ രാവിലെ 7:30 കിട്ടുകയാണെങ്കിൽ നമുക്ക് 144 ഇന്ന് JPY ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. നാളെ ആയിരിക്കണം തീരുമാനം. ഇന്നൊന്ന് വെയിറ്റ് ചെയ്യുക. JPY ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്നൊന്ന് വെയിറ്റ് ചെയ്ത് നാളത്തേക്ക് നമുക്ക് തീരുമാനിക്കുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. കാരണം ബാങ്ക് ഓഫ് ജപ്പാൻ്റെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ മൂവ്മെൻറ്റ് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് തീരുമാനിക്കുന്നതായിരിക്കും നല്ലൊരു തീരുമാനം. ഓക്കെ, സോ നേരെ നമ്മൾ ഇത് വീണ്ടും ഒന്നുകൂടെ 144 വരും. പേടിക്കണ്ട, 144 വരും. അത് ആ സമയത്ത് നമുക്ക് 144 സപ്പോർട്ട് ഉണ്ടോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം 144.10 144.20 ഒക്കെ അടുത്ത് കിട്ടിയാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, 143.50 താഴെ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളൊരു കാര്യം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഞാൻ നേരത്തെ പറയുന്നുണ്ട്, എന്താ യൂറോ താഴോട്ട് വരും എന്ന് നമ്മൾ എടുത്തെടുത്ത് പറയുകയാണല്ലേ. യൂറോ താഴോട്ട് വന്നു. 1.1400 അവിടുന്ന് സെല്ലെടുക്കാനായിട്ട്, ചെറിയ സെല്ലെടുക്കാനായിട്ട് പറഞ്ഞു. 50 to 60 പിപ്സിൻ്റെ മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് മാറാനും ഞാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ മാറിയിട്ടുള്ള ആൾക്കാർക്ക് നല്ല കാര്യം. ഹോൾഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് 1.100 അടുത്ത് നമുക്ക് നല്ലൊരു ബൈ പോയിന്റ്, അവിടെ നിന്നുള്ളൊരു ബൈ ആണ് നമ്മൾ നോക്കുന്നത്. ഈ സെല്ല് നമുക്ക് താൽക്കാലികമാണ്. സപ്പോസ് ഞാനൊരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ 1.1400 അവിടുന്ന് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരാനും പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് 1.1 ഇപ്പം നിങ്ങൾ നേരത്തെ വെച്ച 1.1460 മുകളിലുള്ള സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ 1.1360 മുകളിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എടുത്ത് വെച്ചാൽ മാർക്കറ്റ് എങ്ങാനും തിരിച്ചു കയറി പോകുന്ന സമയത്ത് ആ സ്റ്റോപ്പ് ലോസിലടിച്ച് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു $400 എങ്കിലും പ്രോഫിറ്റ് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ആ സ്റ്റോപ്പ് ലോസ് എടുത്ത് ജസ്റ്റ് മാറ്റിയാൽ മതി. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായി എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാം. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. ഇപ്പോൾ ഉള്ള സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റി നമ്മൾ 1.3600 അവിടെ എടുത്ത് വെക്കുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അങ്ങനെ വെക്കുമ്പോൾ മാർക്കറ്റ് എങ്ങാനും തിരിച്ച് കയറിയാൽ $400 പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ലോങ്ങർ ടൈമിലോട്ട് താഴോട്ട് മാർക്കറ്റിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, മാർക്കറ്റിൽ പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് യൂറോയിൽ 1.100 തന്നെയാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, GBPയും സെയിം തന്നെയാണ്. ഇവിടുത്തെ കറണ്ട് വീണ്ടും പോയി. സോ കറണ്ട് പോയതല്ല കേട്ടോ, ഇവിടുത്തെ അനങ്ങാതിരിക്കാൻ നേരത്തെ ഇവിടുത്തെ ലൈറ്റ് പോകുന്നതാണ്. ഓക്കെ, സോ GBPയും സെയിം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 1.400 അവിടെ നിന്ന് അല്ലെങ്കിൽ 1.3400 അവിടെ നിന്ന് സെല് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വലിയൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അവർ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് മാറ്റി 1.3360 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ മാർക്കറ്റ് എന്താ പറയുക, അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇല്ലെങ്കിൽ മാർക്കറ്റിനെ വെയിറ്റ് ചെയ്യുക. 1.300 അവിടുന്ന് വേണമെങ്കിലും നമുക്ക് ചെറിയ സെല്ലെടുക്കാം. ഓക്കെ, നമുക്ക് ചെറിയൊരു 40 to 50 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം. ഓക്കെ, താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്ക് 1.300 അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് നല്ലൊരു ബൈ എൻട്രി ഉണ്ട് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ,
1.300 അടുത്ത് വെച്ച് നമുക്ക് നല്ലൊരു ബൈ എൻട്രി ഉണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്നാണ് നമുക്ക് ബൈ എടുത്ത് പോകാനായിട്ട് സാധിക്കുക. ഓക്കെ, സോ ഗോൾഡിൽ എനിക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നുമില്ല. വേണമെങ്കിൽ റിസ്ക് എടുത്ത് 3230 മുകളിൽ ബൈ ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങളടുത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഗോൾഡിൽ ഒന്നും ചെയ്യാതിരിക്കുക. മാർക്കറ്റ് വൈകുന്നേരം ആവട്ടെ, എന്നിട്ട് മാറി നിൽക്കുക. നാളെ നോൺ ഫാം പേറോളുണ്ട്, അതുകൊണ്ടിട്ട് തന്നെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാണ്. അതുകൊണ്ട് ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക. നമുക്ക് GBPയും യൂറോയൊക്കെ ഇല്ലേ, അതൊക്കെ ട്രേഡ് ചെയ്താൽ പോരെ. JPY നിന്ന് മാറി നിൽക്കുക, GBP യൂറോ എടുത്ത് മാത്രം സേഫായിട്ട് ട്രേഡ് ചെയ്ത് പോവുക എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട്, നമ്മളൊരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രോഫിറ്റബിൾ ആവാനായിട്ട് ലോസുകൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരാഴ്ചയിൽ 2 ട്രേഡ് മതി. ആഴ്ചയിലുണ്ട്. ഈ ആഴ്ച ഞാൻ 2 ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഒരു ഗോൾഡിലൊരു 80 നിന്നൊരു ബൈ എടുത്തു, GBP നിന്ന് ഒരു സെല്ലെടുത്തു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ 2 എനിക്ക് പ്രോഫിറ്റബിൾ ആയാൽ, പ്രോഫിറ്റബിൾ ആയാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ വീക്ക് ഞാൻ പ്രോഫിറ്റാണ്. അപ്പം നമുക്ക് ലോസുകൾ കൂടുന്നത് എപ്പോഴാണ്? കൂടുതൽ ട്രേഡ് എടുക്കുമ്പോഴാണ് നമുക്ക് ലോസുകൾ കൂടുന്നത്, അല്ലേ? സോ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഉറപ്പില്ലാത്ത അവസരങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, 3230 നിന്ന് കഴിഞ്ഞ അവറിൽ ബൈ ചെയ്തിട്ടുള്ള പല ആൾക്കാരും എടുക്കാനിരിക്കുന്ന പ്രോഫിറ്റ് 3255 അടുത്തൊക്കെയാണ്. സോ മാർക്കറ്റ് അവിടെ വരെ പോയിട്ടില്ല. ഇപ്പോൾ പല ആൾക്കാരുടെയും ഇമോഷൻ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇമോഷണലി നമുക്ക് ഡേഞ്ചറായിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. സമാധാനത്തിൽ GBPയും യൂറോയും ഒക്കെ ട്രേഡ് ചെയ്ത് പോവുക. ഇന്നത്തെ ദിവസം നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിലൊക്കെ. ഓക്കെ, ഗോൾഡിൽ എടുക്കുന്നതിൻ്റെ 1-2 ഇരട്ടി നിങ്ങൾക്ക് GBPയിൽ ട്രേഡ് ചെയ്യാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത ആഴ്ചത്തെ ക്രാഷ് കോഴ്സും ഇന്നത്തെ പെയ്ഡ് കോഴ്സും സ്റ്റാർട്ട് ചെയ്യുമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.